നമ്മൾ ഇന്ന് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ബാലൻസ് എടുക്കണം കേട്ടോ. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ റിമൈനിങ് പോർഷൻസ് എടുക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാണ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ a+ib എന്ന് എഴുതാം. ഐ റെപ്രസെന്റ് ചെയ്യുന്നത് ഇമാജിനറി പാർട്ടിനെ. പിന്നെ നമ്മൾ പഠിച്ചത് i⁴m+0 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ എങ്കിൽ ഉത്തരം 1 ആണ്. i⁴m+1 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണെന്നുണ്ടെങ്കിൽ ഉത്തരം i. i⁴m+2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണെങ്കിൽ -1. i⁴m+3 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ് റിമൈൻഡർ എങ്കിൽ -i. അടുത്തത് കോൺജുഗേറ്റ് z⁻ i യുടെ മുന്നിലെ ചിഹ്നം മാറ്റുക a-ib. മോഡുലസ് √a² + b². മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? z⁻a/mod z ന്റെ സ്ക്വയർ. ഓക്കെ, ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു നിർത്തിയത് ക്ലിയർ ആണല്ലോടെ കുഞ്ഞെ? പിന്നെ വേണമെങ്കിൽ പിന്നെ അപ്പൊ ഇതിനകത്ത് പഠിച്ച ടൈപ്പുകളൂടെ പറയുവാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു, മോഡുലസ് കണ്ടുപിടിക്കാൻ പഠിച്ചു, കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു, പിന്നെ സിംപ്ലിഫിക്കേഷൻ. ഇത്രയുമായിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയത് കേട്ടോ. ബാലൻസ് പറയട്ടെ. അടുത്തത് പോളാർ ഫോം. എന്താണ് പോളാർ ഫോം? എന്താണ് പോളാർ ഫോം? പോളാർ ഫോം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ആംഗിളിൽ റെപ്രസെന്റ് ചെയ്യണം. സാധാരണ നമ്മൾ 0 മുതൽ 2π വരെയുള്ളതാണ് ട്രിഗണോമെട്രിയിൽ എടുക്കുന്നെങ്കിൽ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ -π മുതൽ +π വരെ, അപ്പം ഞാനത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മള് 4 ക്വാഡ്രന്റ് ഇല്ലേ, അതുകൊണ്ട് 4 ഗ്രാഫുകൾ വരയ്ക്കാണേ. ഒന്നാമത്തെ ഗ്രാഫ്, അതുപോലെ 4 ഗ്രാഫ് വരയ്ക്കാം. എന്നിട്ട് 4 ഗ്രാഫില് 4 ഡിഫറെന്റ് ക്വാഡ്രന്റ് ഞാൻ കാണിച്ചു തരാം. അന്നേരം കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ മനസ്സിലാവും. ആംഗിൾ -π to +π ആണ്. അപ്പം ഓരോന്നിലും വരുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ പോണേ. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിലായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ വരയ്ക്കാം. അത് സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കാം. നമുക്ക് ഇവിടുന്ന് ഓർഡർ വരാം. ഫസ്റ്റ് ക്വാഡ്രന്റ് ഇതല്ലേ, അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നു ഒരെണ്ണം. അടുത്ത സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ദെൻ തേർഡ് ക്വാഡ്രന്റ് ഇവിടെ വരയ്ക്കണേ. തേർഡ് ക്വാഡ്രന്റ് വരയ്ക്കുന്നു. ദെൻ ഫോർത്ത് ക്വാഡ്രന്റ് വരയ്ക്കുന്നു. ക്ലിയർ? ഇതാണ് ആംഗിൾ എന്ന് വിചാരിക്കുക. ആംഗിൾ ഇതൊന്ന് തീറ്റ. അടുത്തത് ഇതാണ്. അത് കഴിഞ്ഞുള്ളത് നമ്മളെപ്പോഴും പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നുള്ളതാണ് എടുക്കുന്നത്. ഇത് ഓക്കെ, ഇതാണ് തീറ്റ. അടുത്തത് ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം അല്ലേ, ഇതാണ് തീറ്റ. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ് തീറ്റ. അപ്പൊ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുക ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. ഇതെന്താണ്? ഇത് 0 ഡിഗ്രി ആയിരുന്നേ.
0 ഡിഗ്രി, ഇത് പൈ ഡിഗ്രി. അപ്പൊ ഇങ്ങോട്ട് എടുത്താൽ 0, 1, 2, 3 അങ്ങനെ 180 വരെ. ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്താല് -π വരെ കേട്ടോ. ഇങ്ങോട്ട് വരുന്നതോറും -π. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ പഠിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ ആംഗിൾ എത്രാന്ന് ചോദിച്ചാൽ ആൽഫ ഇസ് ഈക്വൽ ടു തീറ്റ എന്ന്. ഈ ആംഗിൾ എത്രാന്ന് ചോദിച്ചാൽ മുഴുവൻ വരുന്നെങ്കിൽ പൈ ആയിരുന്നല്ലേ. അപ്പം പൈ മൈനസ് ഇതാണ് ആൽഫ എന്ന് വിചാരിച്ചേ. അപ്പൊ എന്താണ് പൈ മൈനസ് ആൽഫ. നോക്കിക്കേ, ഇതേ ഗ്രാഫിനെ നെഗറ്റീവിലേക്ക് എഴുതി വരച്ചേക്കുന്നില്ലേ. എന്ന് വെച്ചാൽ ഈ സാധനം ഒന്ന് മടക്കി വെച്ചാൽ ഇങ്ങനെയല്ലേ കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇവന്റെ നെഗറ്റീവ് എടുത്താൽ മതി. -π പ്ലസ് ആൽഫ. ഇതെന്താണ്? ഇത് ആൽഫ ഈക്വൽ ടു തീറ്റ ആണെങ്കിൽ ഇതെന്ത് വരാം? ഇതെന്ത് വരാം? ഇത് നമുക്ക് പിന്നെ എഴുതാം. ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് തീറ്റ. ഇത് തീറ്റയാണ്, ഇത് മൈനസ് തീറ്റ. ഇവിടൊക്കെ ഞാൻ തീറ്റയാണ് എഴുതണ്ടേ. ആൽഫ ഈസ് ഈക്വൽ ടു, ആൽഫ എന്ന് പറയുന്നത് പൈ മൈനസ് തീറ്റയാണ്. ഇതും തീറ്റയാക്കി. നമുക്ക് എല്ലാം ആൽഫ ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇതും കാണാതെ പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? ആംഗിൾ കണ്ടുപിടിക്കുക. ആംഗിൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ സെയിം ആംഗിൾ എടുക്കുക. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. പൈയിൽ നിന്നൊന്ന് സബ്ട്രാക്ട് ചെയ്തെടുക്കുക. അല്ലാതെ ഡയറക്റ്റ് കിട്ടുന്ന ഉത്തരത്തിന് കിട്ടുന്ന ആംഗിൾ അല്ല എടുക്കേണ്ടത്. തേർഡ് ക്വാഡ്രന്റ് ആണ് എന്ത് ചെയ്യണം? -π പ്ലസ് എന്ന് വെച്ചാൽ സെക്കൻഡിനെ ഒരു ഫസ്റ്റും സെക്കൻഡും പഠിച്ചു വെച്ചാൽ മതി. ശരിക്കും സെക്കൻഡിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് കിട്ടും. ഫസ്റ്റിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർത്ത് കിട്ടും. ക്വസ്റ്റ്യൻ ചെയ്തു വരുമ്പോൾ മനസ്സിലാകും കേട്ടോ മോനെ. ഇങ്ങനെ പഠിക്കുന്നതിൽ നല്ലത് ലോജിക് പഠിച്ചു വെക്കുന്നേ. അടുത്ത അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: represent the complex number z is equal to 1 plus i√3 in polar form. അപ്പൊ നമുക്ക് പോളാർ ഫോം എന്താണെന്ന് പഠിക്കണ്ടേ. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ഫോം എന്താണ്? നോർമൽ ഫോം എന്താണ്? z is equal to a plus ib ആണ്. പോളാർ ഫോം ഇതാണ്. z is equal to r cos theta plus i r sin theta. Okay, z is equal to r cos theta plus i r sin theta. അപ്പൊ r എന്തുവാന്ന് പഠിക്കണ്ടേ. r എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ മോഡുലസ് √(a² + b²). ഇത്രയും കാര്യം എഴുതിയാൽ മതി. നമുക്ക് ഇതിൽ നിന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് z തന്ന. പിന്നെ ആദ്യം തന്നെ r കണ്ടുപിടിക്കാം. r is equal to √(a²) 1² plus b² √3² is equal to √(1 plus 3) is equal to 2. ഓക്കെ, കിട്ടിയല്ലോ മോനെ. ഇതിനകത്തൊന്ന് നോക്കിക്കേ കുഞ്ഞെ. ഞാൻ ഇവരെ രണ്ടുപേരും തമ്മിൽ ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഇമാജിനറി ബൈ റിയൽ ചെയ്യുക. ഐ എടുക്കുന്നില്ല, ബാക്കിയുള്ളത് എടുക്കാണ്. അപ്പൊ എനിക്ക് കിട്ടും r sin theta by r cos theta എന്ന് കിട്ടും. r വെട്ടിപ്പോവും. sin by cos tan എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇവിടുന്ന് ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടുന്ന് കണ്ടുപിടിച്ചേ. tan, ശരിക്കും തീറ്റ എന്നല്ല അവിടെ എഴുതണ്ട കേട്ടോ. ടാൻ ആൽഫ എന്ന് പറഞ്ഞായിരുന്നു. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത്? സെക്കൻഡ് എ ബൈ ഫസ്റ്റ്. എപ്പോഴും എന്താണ്? ടാൻ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ബൈ റിയൽ ആണ്, അഥവാ b/a. വെറും b/a അല്ല, മോഡ് b/a കേട്ടോ. അപ്പൊ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു, ഈ മോഡ് എടുക്കുന്നോണ്ടാ ബി എന്താണ് ആൽഫയിലേക്ക് മാറുന്നത്. ബിയുടെ സ്ഥാനത്ത് എന്താ? √3. സ്ഥാനത്ത് എന്താ? 1. ടാനിന് √3/1 കിട്ടുന്ന വില എവിടാ? ആലോചിക്ക്. ആൽഫ ഈസ് ഈക്വൽ ടു ടാനിന് √3. 0 30 1/√3
45 1 60 ആൽഫ 60 ഡിഗ്രി. എന്തുകൊണ്ട് ആൽഫ? ഇവിടെ മോഡ് എടുത്തോണ്ട്. അപ്പൊ നമുക്ക് തീറ്റ കണ്ടുപിടിക്കണ്ടേ? തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്വാഡ്രന്റ് ചെക്ക് ചെയ്യണം. ക്വാഡ്രന്റ് ചെക്ക് ചെയ്തേ, രണ്ടും പോസിറ്റീവ് അല്ലേ? രണ്ടും പോസിറ്റീവ് ഏത് ക്വാഡ്രന്റാ? ആലോചിച്ച് നോക്ക്. എക്സും പോസിറ്റീവ് വൈയും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ വ്യത്യാസമൊന്നും വരുത്തണ്ട, അത് തന്നെ എഴുതുക. 60 ഡിഗ്രി. സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരുന്നു എന്ന് വിചാരിച്ചേ. സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരുന്നു എന്ന് വിചാരിക്കുക. ചുമ്മാ പറയുന്ന കേട്ടോ. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് എന്തായിരുന്നു? പൈയിൽ നിന്നും കിട്ടിയ വില കുറയ്ക്കുക. പൈ മൈനസ് 60. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. 180 ഇപ്പൊ 60 എന്ന് പറഞ്ഞാൽ ഇത് വരത്തില്ല, ഒരു 160 ഇടുവാന്ന് വെച്ചോ. 160 സെക്കൻഡ് ക്വാഡ്രന്റ് ഇല്ല, അപ്പൊ പൈ മൈനസ് 160 ചെയ്യണം. തേർഡ് ക്വാഡ്രന്റ് ആയിരുന്നു എന്ത് ചെയ്യണം? ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ മൈനസ് പൈ പ്ലസ് 60 ചെയ്യണം. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഓപ്പോസിറ്റ്. ക്ലിയർ ആയോ? ആ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പോളാർ ഫോം എഴുതുമ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ക്വാഡ്രന്റ് ചെക്ക് ചെയ്യണം. ക്വാഡ്രന്റ് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ഇവിടെ നമുക്ക് തീറ്റ ഇസ് ഈക്വൽ ടു 60 എന്ന് കിട്ടി. അങ്ങനെ പോളാർ ഫോം എഴുതാം. z is equal to r cos തീറ്റ ആണ്. r ആയിട്ട് ഇവിടെ എന്ത് കിട്ടി? 2 cos 60 പ്ലസ് i r sin തീറ്റ എന്നാ പറഞ്ഞത്. ir sin 60. ഓക്കെ, 60 വേണമെങ്കിൽ എങ്ങനെയും എഴുതാം, 5/3 എഴുതും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, -16/1 പ്ലസ് i√3. ഇതിനെ പോളാർ ഫോമിലാക്കുക. നമുക്കറിയാം ഡിനോമിനേറ്ററിൽ i വരരുത്, അതുകൊണ്ട് എന്ത് ചെയ്യാം? കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -16/1 പ്ലസ് i√3 ഇൻറ്റു 1 മൈനസ് i√3 ബൈ 1 മൈനസ് i√3 ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് ഈക്വൽ ടു -16 ഇൻറ്റു 1 മൈനസ് i√3 ഡിവൈഡഡ് ബൈ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അല്ലെങ്കിൽ തന്നെ അറിയാം, z ഇൻറ്റു z ബാർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് പഠിച്ചു വെച്ചേക്കുന്നത്. ഇതൊരു ഇക്വേഷൻ ആണ്. എന്താണ്? ഒരു സംഖ്യയും അതിന്റെ കോൺജുഗേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ചിഹ്നം ഒന്നും നോക്കണ്ട. ഇവിടെ a എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ. പ്ലസ് മൈനസ് ഒന്നും നോക്കണ്ട. അവിടെ നമ്പറുകളുടെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. is equal to -16 ഇൻറ്റു 1 മൈനസ് i√3 ബൈ 4 എന്ന് കിട്ടും. 4ഉം 16ഉം കൂടെ വെട്ടാം. is equal to -4 കൊണ്ട് ബ്രാക്കറ്റ് അയച്ചാൽ -4 പിന്നെ ബ്രാക്കറ്റ് അയച്ചാൽ പ്ലസ് 4√3i എന്ന് കിട്ടി. ഏത് ക്വാഡ്രന്റ് എന്ന് ചെക്ക് ചെയ്തേ? എക്സ് നെഗറ്റീവ് ഇത്, y പോസിറ്റീവ്, ഇമാജിനറി പോസിറ്റീവ് ഇത്. ഏത് ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താ? പൈ മൈനസ് ആംഗിൾ കിട്ടുന്ന വില. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം r കണ്ടുപിടിക്കാം. r is equal to √a സ്ക്വയർ, എയുടെ സ്ഥാനത്ത് -4 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 4√3 സ്ക്വയർ is equal to എന്ന് കിട്ടും 16 പ്ലസ് 4 സ്ക്വയർ 16 കൂട്ടത്തിലുള്ളത് 3, 16 ഇൻറ്റു 3 കിട്ടും 6 3 18 8 ശിഷ്ടം 1 3 1 4 48 എത്ര നോക്കാം? 48 58 64 എന്ന് പറയുമ്പോൾ 8. പ്ലസ് ഓർ മൈനസ് എടുക്കാത്തത് 6 എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. 6 എന്ന് വെച്ചാൽ മോഡുലസ് അല്ലേ. അങ്ങനെ നമുക്ക് 6 കിട്ടി.
അങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കുക. ആംഗിൾ എന്തുവാ? തീറ്റയാണ് വരുന്നത് അല്ല. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മോഡ് ബി ബൈ എ. മോഡ് രണ്ടാമത്തെ ടൈം എത്ര? 4√3 എത്ര? -4. പക്ഷെ -4 മോഡ്ലെസ് എടുക്കുമ്പോൾ അതിന് വലിയ വിലയില്ല, വെട്ടിപ്പോകും. നെഗറ്റീവിന് പ്രാധാന്യം ഇല്ലാതായി പോയി. √3 എവിടെ? tan√3 ആലോചിച്ച് നോക്ക്. tan√3 വരുന്നത് 60-ലാണ്. അപ്പൊ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി കിട്ടി. സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഇത് നേരിട്ട് എടുക്കാവോ? പാടില്ല. സെക്കൻഡ് ക്വാഡ്രന്റ് എങ്ങനെ എടുക്കണം? പൈയിൽ നിന്ന് കുറയ്ക്കണം. 180 നിന്ന് 60 പോയ 120 ഡിഗ്രി. അപ്പം ആംഗിൾ കിട്ടിയില്ലേ? 120 ആലോചിച്ച് നോക്കൂ. 120 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ തന്നെയല്ലേ? അതെ. അങ്ങനെയാണ് ഇസെഡ് പറ. ഇസെഡ് ഇസ് ഈക്വൽ ടു r cos θ 8 cos 120. Okay, 8 cos 120 plus I 8 sin 120. ഓക്കെ. അന്നേരം ഇവിടുത്തെ ചിഹ്നം ഒന്നും നോക്കാം. ഇവിടെ ഇമാജിനറിയുടെ ചിഹ്നം നെഗറ്റീവ്, റിയലിന്റെ ചിഹ്നം നെഗറ്റീവ് അല്ലേ എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. മറ്റേ നമ്മുടെ ഓൾ സിൽവർ ടീ കപ്പ് പരിപാടി ഇല്ലേ, അത് വെച്ചോണ്ട് തന്നെ നോക്കിക്കേ. 120 എന്ന് പറഞ്ഞ ഈ ക്വാഡ്രന്റ് വരും. എന്നുവെച്ചാൽ സൈൻ പോസിറ്റീവ് കോസ് നെഗറ്റീവ്. സൈൻ എന്ന് വെച്ചാൽ ഇമാജിനറി ടേം, നമുക്ക് ഇമാജിനറി പോസിറ്റീവ് റിയൽ നെഗറ്റീവ്. അതുകൊണ്ട് എപ്പോഴും നടുക്ക് പ്ലസ് തന്നെ ഇടണം കേട്ടോ. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ്. മോഡുലസും ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ ആംഗിൾ കേട്ടോ. മോഡുലസ് എന്ന് വെച്ചാൽ എന്താ? 6. ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? തീറ്റ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് എഴുതി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. z is equal to -1 minus I√3. ആദ്യം തന്നെ r കണ്ടുപിടിക്കാം. r is equal to root of -1 square a plus -√3 square. -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1, √3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3, എന്ന് വെച്ചാൽ √4 എന്ന് പറയുമ്പോൾ 2. അങ്ങനെ മോഡുലസ് കിട്ടി. ഓക്കെ. ഇനി ആരെയാ നോക്കേണ്ടത്? മോഡുലസ് കണ്ടുകിട്ടി. ഇനി ആറ് വേണം? ആർഗ്യുമെന്റ് വേണം. ആർഗ്യുമെന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു തന്നായിരുന്നല്ലോ. വച്ച് എഴുതി നോക്കാം. ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ആൽഫ കണ്ടുപിടിക്കാം. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു, അതിന് മുന്നേ ഞാൻ ചുമ്മാ ഒന്ന് ക്വാഡ്രന്റ് ആക്കുകയാണ്. എക്സ് നെഗറ്റീവ്, റിയലി നെഗറ്റീവ്, വൈ ഇമാജിനറി നെഗറ്റീവ്, തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ ഇക്വേഷൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇക്വേഷൻ പൈ മൈനസ് ആൽഫ ആയിരുന്നെങ്കിൽ, അല്ലെ പൈ മൈനസ് ആംഗിൾ ആയിരുന്നെങ്കിൽ, ഇവിടെ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ്? പ്ലസ് പൈ മൈനസ് പൈ ആവും. മൈനസ് ആംഗിൾ പ്ലസ് ആംഗിൾ ആവും. അപ്പൊ നമുക്ക് ആദ്യം ആംഗിൾ കണ്ടുപിടിക്കാം. എന്ത്? ആൽഫ കണ്ടുപിടിക്കാം. tan alpha is equal to mod b by a ആണല്ലേ? എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ മതി. എത്ര? √3/1 എന്ന് വരും. √3 ആൽഫ is equal to 60 എന്ന് വരും. അപ്പം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ തീറ്റ is equal to -5 plus 60. -5 plus 60 ഞാൻ π/3 എഴുതുന്നു വെച്ചോ. അപ്പൊ എത്ര കിട്ടും? -3 minus 2π/3 എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെ ആംഗിൾ കിട്ടിയേ. റെപ്രസെന്റ് ചെയ്യേ. റെപ്രസെന്റ് ചെയ്യാൻ അവർക്ക് ശരിക്കും ചോദിച്ചോ? ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ ആറും കിട്ടി, മോഡുലസും കിട്ടി, ആർഗ്യുമെന്റ് കിട്ടി. റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആർ കോസ് ആംഗിൾ എത്ര? -2π/3 പ്ലസ് ഐ ആർ സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുമ്പോൾ -2π/3. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് പറയുവാണ്. എക്സസൈസിലെ
Question number 2. Exercise 5.2 question number 2 homework. അടുത്തത് കൺവേർട്ട്, അതുപോലെ എക്സസൈസിലെ 3, 4, 5, 6, 7 ഇത്രയും ഹോംവർക്ക് കേട്ടോ. അപ്പൊ എക്സസൈസിൽ 8ാമത് ഞാൻ ചെയ്യാൻ പോവാ. ഇത്രേ ഉള്ളൂ. തന്നിരിക്കുന്നത് പോളാർ ഫോമിൽ എഴുതുക. തന്നേക്കുന്നത് ഐ ആണ്. ഐ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ റിയൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് 0 എടുക്കുക. 0 പ്ലസ് ഐ. ആദ്യം z is equal to 0 plus i എന്ന് കൊടുത്തു. r is equal to എന്താ? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഐ എടുക്കല്ലേ, കോഎഫിഷ്യന്റുകളുടെ സ്ക്വയർ വരും. റൂട്ട് 1 വരും, 1 വരും. ഇനി ഇത് ഏതാ? ഇവിടെ ഫസ്റ്റിലെടുക്കാം. പറ. tan ആൽഫ is equal to, കാര്യം 0 പോസിറ്റീവ് ഇതും പോസിറ്റീവ്, രണ്ടും പോസിറ്റീവ് എന്നാൽ ഫസ്റ്റ് ക്വാഡ്രന്റ്. tan ആൽഫ is equal to b by a. 1/0 ആണ്. എത്ര വരും? 0 താഴെ വന്നാൽ ഇൻഫിനിറ്റി. അഥവാ നോട്ട് ഡിഫൈൻഡ്. ടാനിന് നോട്ട് ഡിഫൈൻഡ് വാല്യൂ എവിടാണ്? 90 ഡിഗ്രി. ഓക്കെ, ടാനിന് എവിടാണ് വന്നത്? 90 ഡിഗ്രിയില്. അങ്ങനെയാണെങ്കിൽ എഴുതാം. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രന്റും അല്ലാതായിപ്പോ അല്ലേ? അപ്പൊ ക്വാഡ്രന്റ് ചെക്കിംഗ് ഒന്നും വേണ്ട. ആക്സിസിലാണ് എഴുതുക. z is equal to r cos 90 plus i r sin 90. ഇനിയുള്ളത് എന്താണ്? റൂട്ട് ഓഫ് ദി ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വരുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ അറിയാം. പിന്നെ ഒരു ടൈപ്പ് ഉള്ളത് ഇതാണ്. തന്നിരിക്കുന്നതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അതിപ്പം നോക്കട്ടെ, നല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ. ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണുന്നൊന്നുമില്ല കേട്ടോ, പക്ഷെ ചോദ്യം വരും. കൂടുതലും അങ്ങനത്തെ ചോദ്യങ്ങളാണ് വന്നേക്കുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതി നോക്കാം. എന്തോ പറ്റിപ്പോയി. എന്ത് പറ്റിയെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോ എന്താ പറ്റിയെന്ന് എന്തായാലും ഓക്കെ. ഈ ഒരു സൈഡ് നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു സൈഡിൽ മാത്രം നോക്കിയാൽ മതി. ഈ സൈഡ് എന്തോ പറ്റിപ്പോയതാണ്. ഓക്കെ, വേണ്ടേ 3 plus 5i. റൂട്ട് ഓഫ് 3 plus 5i. വേണ്ട, 5 വേണ്ട. റൂട്ട് ഓഫ് 3 plus 4i. ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു റൂട്ട് നമ്പർ അല്ലേ? ഇതിനെ കോംപ്ലക്സ് നമ്പർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ a plus ib എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. ഇസ് ഈക്വൽ ടു കൊടുക്കുക. ഓക്കെ, എന്തെടുത്തു? ഇസ് ഈക്വൽ ടു കൊടുക്കുക. എന്നിട്ട്
രണ്ട് സൈഡും ഇത് പഠിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു പ്രോപ്പർട്ടി പഠിക്കാൻ പോവാം. ഒരു നമ്പറിന്റെ സ്ക്വയർ എടുത്തിട്ട് മോഡ് എടുക്കുന്നതും മോഡ് എടുത്തിട്ട് സ്ക്വയർ എടുക്കുന്നതും ഈക്വലാ കേട്ടോ. സ്ക്വയർ എടുത്തിട്ട് മോഡ് എടുക്കുന്നതും മോഡ് എടുത്തിട്ട് സ്ക്വയർ എടുക്കുന്നതും ഈക്വലാ. അപ്പൊ ഞാൻ ഈ നമ്പറിനെ ഇതിനെ എനിക്ക് ഡയറക്റ്റ് മോഡ് എടുക്കുന്നതിൽ ഇതിനെ ഞാനൊന്ന് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോ എനിക്ക് എന്ത് കിട്ടും? ഞാൻ ഇതിനെ z is equal to എന്ന് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചോ. അപ്പൊ ഞാൻ z സ്ക്വയർ is equal to 3 plus 4i എന്ന് കിട്ടി. എന്നിട്ട് iz സ്ക്വയറിന്റെ മോഡ് എടുക്കാൻ പോകും. എന്താ ചെയ്ത? റൂട്ട് നമ്പറിനെ സ്ക്വയർ ചെയ്തു, എന്നിട്ട് അതിന്റെ മോഡ് എടുക്കുന്നു. മോഡ് എടുക്കുമ്പോ എനിക്ക് എന്ത് കിട്ടും? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 25 എന്ന് കിട്ടും. റൂട്ടിന് പുറത്ത് വരുമ്പോ 5. അപ്പൊ ഇതിനെ എന്തെടുത്തു? സ്ക്വയർ ചെയ്തിട്ട് മോഡ് എടുത്തു. ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? മോഡ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യാൻ പോവാം. അതിന്റെ മോഡ് എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ആദ്യം എന്താണ്? ഒരു റൂട്ട് നമ്പർ തരും. റൂട്ട് ഓഫ് 3 plus 4i is equal to a plus ib എന്ന് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? റൂട്ടുള്ള നമ്പറിനെ ആദ്യം സ്ക്വയർ ചെയ്യും, എന്നിട്ട് അതിന്റെ മോഡുലസ് എടുക്കും. റൂട്ട് ഇല്ലാത്തവനെ എന്ത് ചെയ്തു? ആദ്യം മോഡ് എടുത്തു, ദെൻ സ്ക്വയർ ചെയ്തു, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. കിട്ടിയത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 5, ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഇക്വേഷൻ നമ്പർ n ആന്ന് വെച്ചോ. ഇക്വേഷൻ n-നെ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, ബോത്ത് സൈഡ്. അപ്പൊ എന്ത് ചെയ്യും? ഈ സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ടും കൂടെ വെട്ടിപ്പോകും. പിന്നെ 3 plus 4i is equal to, ഇത് ചെയ്യുമ്പോൾ a plus ib the whole square ആകും. എന്ന് വെച്ചാൽ a square plus ib the whole square plus 2aib എന്ന് വെച്ചാൽ 3 plus 4i is equal to a square. I square എന്ന് പറയുമ്പോൾ -1 ആവും, b എന്ന് പറയുന്നത് b square ആകും, plus i 2ab. ഇനി എന്ത് ചെയ്യും? ഇക്വേറ്റിംഗ് റിയൽ പാർട്ടിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3 ഇവിടുത്തെ റിയൽ പാർട്ട് 3ഉം ഇവിടുത്തത് a square minus b square, a square minus b square. ഇക്വേഷൻ നമ്പർ 2. സോൾവ് ഇക്വേഷൻ നമ്പർ 1 ഉം 2 കൂടി ഞാൻ എടുത്തെഴുതാൻ പോവാ. ഇക്വേഷൻ 1 എന്താണ്? ഇക്വേഷൻ 1 ഇതായിരുന്നു, a square plus b square is equal to 5 എന്നും. ഇക്വേഷൻ 2 ഇതായിരുന്നു, a square minus b square is equal to 3. രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തേ, എന്ത് കിട്ടും? 2a square is equal to 8 എന്ന് കിട്ടും. a square is equal to 4 എന്ന് കിട്ടും. a is equal to plus or minus 2 എന്ന് കിട്ടി. ഓക്കെ, ഇഷ്ടമുള്ളൊരു ഒന്നുകിൽ +2 കൊണ്ടുവന്നിടുക, അല്ലെങ്കിൽ -2, ഇഷ്ടമുള്ളവരെണ്ണം ഇടുക. ഞാൻ പറയുക a is equal to 2 എന്നെടുത്താൽ b is equal to എത്ര വരും? ഇത് ഇട്ട് കൊടുക്കുവാണ്. ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 2 square plus b square is equal to 5, 4 plus b square is equal to 5, b square is equal to 1, b is equal to plus or minus 1. അങ്ങനെ എയും വില കിട്ടി, ബിയും വില കിട്ടി. അപ്പൊ നമ്മൾ എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആൻസർ എഴുതാൻ പോകണം. ഇതിന്റെ ആദ്യം ഞാൻ എ എഴുതാൻ പോവാം. കാര്യം റിയൽ പാർട്ട് എ അല്ലേ. എ എത്രയായിരുന്നു? പ്ലസ് ഓർ മൈനസ് 2 ആയിരുന്നു. പക്ഷെ ഞാൻ ഇവിടുത്തെ റിയൽ പാർട്ടിന്റെ സൈൻ തന്നെ ഇടുക. അതിന് എന്താണ്? +2. എന്നിട്ട് ഇവിടുത്തെ ഇമാജിനറിയുടെ സൈൻ തന്നെ ഇടും, പ്ലസ്. ഓക്കെ, എന്നിട്ട് ഐ എഴുതും. എന്നിട്ട് ബിയുടെ അബ്സല്യൂട്ട് വാല്യൂ, ബി എത്ര? 1. എന്നിട്ട് പ്ലസ് ഓർ മൈനസ്. ക്ലിയർ ആവണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇതാണ്, 5 minus 12y റൂട്ട് കണ്ടുപിടിക്കുക. ഉടനെ നമ്മൾ ഇങ്ങനെ എഴുതി ഈക്വൽ ടു a plus ib. വേണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ സ്ക്വയറിംഗ് ബോത്ത് സൈഡ് ചെയ്യുവാണ്. അപ്പൊ ഈ സ്ക്വയറും റൂട്ടും കൂടെ വെട്ടിപ്പോയി ഇത് 5 minus 2y എന്നാകും.
ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ആകും? എ സ്ക്വയർ പ്ലസ് ഐ ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് 2ab is equal to a square minus b square plus 2ab I2ab. Equating real equate ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും 5 is equal to a square minus b square. അടുത്തത് ചെയ്യുന്ന ഇതാണ്. ആദ്യത്തതിന്റെ സ്ക്വയർ എത്ര? 5 minus 12y. അതിന്റെ മോഡ് എടുക്കാൻ പോവാം. എത്ര കിട്ടും? 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ 169 കിട്ടും പ്ലസ് ഓർ മൈനസ് 13. ഇനി എന്ത് ചെയ്യും? രണ്ടാമത്തവന്റെ മോഡ് എടുക്കും ആദ്യം, എ പ്ലസ് ഐ ബി, എന്നിട്ട് സ്ക്വയർ ചെയ്യും. ഇതെന്ത് ചെയ്തു? സ്ക്വയർ എടുത്തിട്ട് മോഡ് എടുത്തു, അടുത്ത മോഡ് എടുത്തിട്ട് സ്ക്വയർ എടുക്കും. മോഡ് എന്ന് പറയുമ്പോൾ എത്ര? റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇതിന്റെ സ്ക്വയർ ഇവർ തമ്മിൽ വെട്ടിപ്പോകും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഇക്വേറ്റ് ചെയ്താൽ ഇങ്ങനെ കിട്ടും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 13. മോഡുലസ് വാല്യൂ ശരിക്കും പ്ലസ്സിൽ എടുക്കത്തില്ല, മൈനസ് ഉണ്ട്. ഇനി കിട്ടിയ ഈ രണ്ടെണ്ണം കൂടെ ഇക്വേറ്റ് ചെയ്യുവാണെന്ന് വെച്ചോ, ഇക്വേറ്റ് ചെയ്യല്ല, സോൾവ് ചെയ്യാന്ന് വെച്ചോ. ഏതൊക്കെയാ? ഇവിടെ നോക്ക്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 13, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 കൂടെ സോൾവ് ചെയ്താൽ 2a സ്ക്വയർ ഇസ് ഈക്വൽ ടു 13 5 18, എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9, എ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3. ഈ 3 കൊണ്ടുവന്ന് ഇതിലോട്ട് ഇടുമ്പോഴത്തേനും എ സ്ക്വയർ 3 സ്ക്വയർ 9, 9 പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 13, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 13 9 4, ബി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വന്ന് നോക്കണം. റിയലിന്റെ ചിഹ്നം എന്ത്? പോസിറ്റീവ്. അതുകൊണ്ട് നമ്മുടേതും ആദ്യത്തെ പോസിറ്റീവ് ആയിരിക്കണം. പ്ലസ് ഓർ മൈനസ് 3 ആരെ എടുത്താൽ മതി? പ്ലസ് 3. ഇവിടുത്തെ നടുക്കത്തെ ചിഹ്നം അതുപോലെ ഇടുക, ഐ. അത് കഴിഞ്ഞ് ബി ആയിട്ട് ഇവിടെ എത്ര കിട്ടിയേ? 2. എന്നിട്ട് ഫ്രണ്ടിൽ പ്ലസ് ഓർ മൈനസ്. ഇത് തെറ്റിപ്പോകാതിരിക്കാൻ ഒരു വഴിയുണ്ട്. ഇത്രേ ഉള്ളൂ, ശ്രദ്ധിച്ചേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവന്റെ മോഡ് എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഈ റൂട്ടിനകത്ത് കിടക്കുന്നവരുടെ സ്ക്വയറിന്റെ റൂട്ട് എടുത്തേ. 5ന്റെ സ്ക്വയർ 25, 144, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 169 റൂട്ട് 13. എഴുതാൻ കിട്ടില്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് എഴുതി വെച്ചാൽ മതി. 5. ഇത് നോക്കിക്കേ, ഇപ്പൊ പറഞ്ഞ വഴി വെച്ച് നോക്ക്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം? ആദ്യം അകത്തെ നമ്പർ തമ്മിൽ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക. 9ഉം 16ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 25. അതിന്റെ റൂട്ട് 5. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? റിയൽ പാർട്ട് എഴുതണം. ഇതല്ലേ ഇവിടെയും കിട്ടിയത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. എന്നിട്ട് അകത്ത് ചിഹ്നം നോക്കിയൊക്കെ ചെയ്യണം. ഓക്കെ, ഇത്രയൊന്ന് പഠിച്ചു നോക്കാം കേട്ടോ.